ഹലോ, ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ എ കോൺഫറൻസ്. സോ ഇന്ന് ഞാൻ വൂസ്ബർഗിൽ നിന്ന് ടെസ്റ്റണിലേക്ക് ഒരു കോൺഫറൻസിന് പോവാണ്. ആൻഡ് വൂസ്ബർഗിലേക്ക് ടെസ്റ്റണിലേക്ക് കുറച്ച് ദൂരമുണ്ട്. IC ട്രെയിനിൽ എബൌട്ട് 4 hours ഒക്കെ എടുക്കും. ആൻഡ് നമ്മൾ ഒരു സ്ഥലത്തേക്ക്, ഒരു ജർമ്മനിയിലെ തന്നെ ഒരു സ്ഥലത്തേക്കാണെങ്കിലും ന്യൂ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അവിടത്തെ പറ്റി ഒന്നും അറിയില്ല. വി ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്. പക്ഷേ നമുക്കറിയാവുന്ന ഒരാൾ നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാൻ വരുന്നത്, ദാറ്റ്സ് അനദർ ഫീലിംഗ്, റൈറ്റ്? എനിക്കും അങ്ങനെ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി 2 ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഒരാൾ നാട്ടിൽ പോയിരിക്കും. ആൻഡ് ഹീ ഡ്രോപ്പ് മീ അറ്റ് മൈ ഹോട്ടൽ റൂം. ഇതാണ് കോൺഫറൻസിന് എനിക്ക് അവർ ബുക്ക് ചെയ്ത ഹോട്ടൽ റൂം. ആൻഡ് നമ്മൾ സാധനങ്ങളൊക്കെ എൻ്റെ ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഒന്ന് കാണാൻ ഇറങ്ങാന്ന് വെച്ചു. ആൻഡ് റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് മോർ കുറേ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കുറേ ബിൽഡിങ്സ് ഉള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. വൂസ്ബർഗിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സിറ്റിയാണ് ട്രസ്റ്റൻ എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ കുറച്ച് ടൈമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ട്രസ്റ്റൻസ് ഓൾഡ് ബ്രിഡ്ജ്. ഇത് ബ്രിട്ടീഷുകാർ ബോംബ് ഇട്ടിട്ട് പോലും പൊട്ടാത്ത ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ വേറൊരു സ്ഥലമുണ്ട് കേട്ടോ. ഈ സ്ഥലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഓൾഡ് ബ്രിഡ്ജ്, വൂസ്ബർഗിൽ ഓൾഡ് ബ്രിഡ്ജ് പോലെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെ അതിൻ്റെ സൈഡിൽ പോയി അങ്ങനെ നിൽക്കാൻ പറ്റും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ രസമല്ലേ. ഈ സ്ഥലം കൊള്ളാം. ഇങ്ങനെ ഒരു സ്ഥലം വൂസ്ബർഗിൽ ഇല്ലല്ലോ. ഇനി ഉണ്ടോ എനിക്കറിയാത്തതാണ്. ഒരു പീസ്ഫുൾ സ്ഥലമാണ് കേട്ടോ ട്രസ്റ്റൻ. ആൻഡ് എനിക്കങ്ങനെ പീസ്ഫുൾ സ്ഥലങ്ങളോടാണ് ഭയങ്കര താല്പര്യം. ആൻഡ് ഇവർക്കില്ലേ ഇവിടുന്ന് ഫ്ലെക്സ് ബസ്സിൽ 2 hours ഇരുന്നാൽ പ്രാഗിന് പോകാൻ പറ്റും, വേറൊരു കൺട്രിയിലേക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഹോട്ടലിൽ നിന്ന് കോംപ്ലിമെൻ്ററിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വൈകുന്നേരം ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വെച്ചു. ആൻഡ് ഇതാണ് കേട്ടോ എൻ്റെ ഹോട്ടൽ. അപ്പോൾ അവിടുന്ന് ഒരുപാട് കടകൾ അടുത്തടുത്തുണ്ട്. ആൻഡ് നമ്മൾ നടന്ന് ഒരു കാസിൻ്റെ ഫ്രണ്ടിലെത്തി. ശരിക്കും ഇത് വേർത്ത് വാച്ചിങ് ആയിരുന്നു കേട്ടോ. എനിക്ക് നടക്കാനാണെങ്കിൽ മടിയായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കാസിൽ കാണാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഹാപ്പിനെസ് തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇതിൽ കൂടെ നടക്കാനൊക്കെ. അപ്പോൾ എനിക്ക് ട്രസ്റ്റൻ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഞാൻ വീണ്ടും ട്രസ്റ്റൻ വരും. ട്രസ്റ്റനിലെ പല കാര്യങ്ങളും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് കോൺഫറൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് എല്ലാം കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ കാണാൻ പറ്റാത്തതെല്ലാം നമുക്ക് കാണാം. അങ്ങനെ ഒരു കൊത്തു പൊറോട്ടയൊക്കെ കഴിച്ച് ആൻഡ് ഇനി തിരിച്ചു പോകണം. സോ ബൈ.